ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പറമ്പിൽ ഒരു PIR സെൻസർ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മരത്തിൻ്റെ പീസ് PIR സെൻസർ, പിന്നെ ഒരു അലറാം വേണം, പിന്നെ 4 സ്ക്രൂ, 2 വയറിൻ്റെ പീസ് വേണം. ഇത്രയും സാധനങ്ങളാണ് ഈ സെൻസർ സെറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ. ഈ സെൻസർ നമ്മൾ വരുത്തിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതും ഈ അലറാം രണ്ടും വരുത്തിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് കാണാം. ഇത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേക്കിൽ മൂടി അയച്ചെടുക്കുക. അയച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ 3 വയറുകളുള്ളൊരു സെറ്റ് കാണാം. 3 വയർ. ഇത് രണ്ടും കറണ്ടിലേക്കും, ഇത് ഈ അലറാത്തിൻ്റെ കണക്ഷൻ പോകാനുള്ളതാണ്. ഈ വയറുകൾ മാറിപ്പോയി ഇത് കറണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെൻസർ അടിച്ചു. അപ്പോൾ ഈ വയറുകൾ കൊടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതേമാതിരി തന്നെ ഈ നീല വയർ ന്യൂട്രൽ, ഇത് ഫേസ്. ഈ വയറുകൾ കൊടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സെൻസർ അടിച്ചു. ഇതിനങ്ങനത്തെ കുഴപ്പമില്ല. ഇതിപ്പോൾ ഏത് വയർ വേണമെങ്കിലും നമുക്ക് ന്യൂട്രലിലേക്ക് ഫേസിലേക്ക് കൊടുക്കാം, കുഴപ്പമില്ല. കാരണം വെച്ചാൽ അത് അടിച്ചു പോകില്ല, പക്ഷേ സെൻസർ അടിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഈ ജംഗ്ഷൻ ഇതായിരിക്കണം. അങ്ങനെ തന്നെ 3 ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്രൗൺ നിറത്തിലുള്ള വയറിൻ്റെ നേരെ ഞാൻ ഈ റെഡ് വയർ, ഫേസിൻ്റെ വയർ കൊടുക്കണം. നമ്മൾ ഈ റെഡ് വയറാണ് ഫേസിന് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ മഞ്ഞ വയറിൻ്റെ കൂടെ ഈ അലറാത്തിൻ്റെ ഒരു വയർ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഈ നമ്മൾ ന്യൂട്രലിലേക്ക് കൊടുക്കുന്ന ആ ഭാഗത്ത്, ആ വയറിൽ, നീല വയറിൻ്റെ നേരെയുള്ള അവിടുത്തെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ അലറാത്തിൻ്റെ അടുത്ത വയർ അതിനുള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്ത് ആ സ്ക്രൂവും ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കണ്ടോ? ഈ ബ്രൗൺ വയറിൻ്റെ നേരെയുള്ള റെഡ് വയർ ഫേസ്, ഈ നീല വയറിൻ്റെ നേരെയുള്ള ഈ മഞ്ഞ വയറും ഈ അല്ലാത്തിൻ്റെ ഒരു വയറും കൂടി അത് ന്യൂട്രലിലേക്ക് പോകണം. പിന്നെ ഇതിനകത്ത് നിന്ന് പുറത്ത് വന്ന ഒരു ചുവന്ന വയർ, അതും നേരെ ഈ സെൻസറിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഇതിൻ്റെ സെറ്റിങ്സ്. ഈ വയറുകൾ മാറി പോകരുത്. വീണ്ടും ഞാൻ പറയുന്ന വയറുകൾ മാറി പോകരുത്. വയറുകൾ മാറിപ്പോയാൽ സെൻസർ കത്തിപ്പോകും. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും. ആ കഷ്ണത്തിലേക്ക്, പല കഷ്ണത്തിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഇത് കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ലാസ്റ്റ് നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഈ വയറുകൾ വെച്ച് പൊട്ടിക്കിടും, അല്ലെങ്കിൽ ഇതിനുള്ളിൽ ഈ ഇതിവിടെ ജാമായിട്ട് നടയില്ല. നമ്മൾ കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ അലറാം തന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ പിടിക്കണം. നമ്മൾ വെച്ച് ടൈറ്റ് സ്ക്രൂ ചെയ്യണം. അത് നമുക്ക് ഫുൾ ടൈറ്റ് ആക്കി കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഫിക്സാക്കി കൊടുക്കുന്നത് നമുക്കിത് ലൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതപ്പോൾ ഫുൾ ടൈറ്റായി. അത് കഴിഞ്ഞ് നമുക്ക് ഈ ജംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് അത് അവിടെ ഒപ്പിച്ച് വെക്കും. പിന്നെ ഈ ബാക്കി വന്ന വയറുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരികെ വയ്ക്കും. പിന്നെ ഈ പുറത്തേക്ക് വന്നേക്കണ വയറുകൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ വയ്ക്കുക. പുറത്തേക്ക് വെച്ചെടുത്തോണ്ട് ഇത്രയും പുറത്തേക്ക് വെച്ച് വെച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് ടൈറ്റായി. ഫുൾ ടൈറ്റായി കഴിഞ്ഞ് പതുക്കെ ഒന്ന് ഈ സെൻസർ ഇതുപോലെ പിടിക്കും. സെൻസറിൻ്റെ സെറ്റിങ്സ് പരിപാടി കഴിയും. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഈ വയറുകൾ കണക്ഷൻ കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് ഇനി അവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ കഴിയുന്നത് ആണ് നമുക്ക് കെട്ടി വരുന്നത്. കമ്പ്യൂട്ടർ ആയതുകൊണ്ട് സ്ക്രൂ ചെയ്തൊന്നും വയ്ക്കാൻ പറ്റാം. നമ്മളിവിടെ ചെറിയ ടൈർ വെച്ച് കെട്ടി വയ്ക്കാം. നല്ല ടൈറ്റായിട്ട് കെട്ടി ഇട്ട് കൊടുക്കാം. അതേമാതിരി തന്നെ അടിഭാഗവും കെട്ടി കൊടുക്കാം. കെട്ടി വെച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. വയറുമേ
അപ്പോൾ നമ്മൾ മുമ്പ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫേസ് മേലേക്ക് ഈ റെഡ് വയർ കണക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇൻസ്റ്റലേഷനെ പഠിക്കാം. ഇൻസ്റ്റലേഷൻ ഇപ്പോൾ നല്ല രീതിയിൽ ചുറ്റാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പി വേലി ആയതുകൊണ്ട് കമ്പി വേലിയിൽ നിന്ന് കൂടെ കറണ്ട് പാസിങ് വരരുത്. അപ്പോൾ നല്ല രീതിയിൽ ഇൻസ്റ്റലേഷൻ പിടിച്ച് കൊടുക്കാം. മഞ്ഞ വയർ നമുക്ക് ന്യൂട്രലിൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ സെറ്റ് ചെയ്തു. അതിനും ഇൻസ്റ്റലേഷൻ ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ പ്രവർത്തനം ഒന്ന് കണ്ടാലോ. ഈ സെൻസറിൻ്റെ ഒരു 4 മീറ്റർ പരിധിയിൽ ജീവനുള്ള എന്ത് വസ്തുക്കൾ വന്നാലും ഇത് സെൻസ് ചെയ്ത് അലറാടിക്കും. നമുക്കപ്പോൾ ഇത്ര അകലെ 4 മീറ്റർ അടുത്ത് ആന വന്നു കഴിഞ്ഞാൽ ഇത് സെൻസ് ചെയ്ത് അലറാടിക്കും. അപ്പോൾ നമ്മുടെ നേരത്തെ കാണിച്ച ഷെഡിൽ അപ്പച്ചൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ അവിടെ നിന്ന് എനിക്ക് വന്ന് പടക്കം പൊട്ടിച്ച് ആനയെ ഓടിക്കും. അതേമാതിരി തന്നെ നമ്മൾ ഈ ഭാഗത്ത് നമ്മുടെ പറമ്പിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു 3 സെൻസറുകളും ഇതുമാതിരി വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഒരു സെൻസറും വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു സെൻസർ. ആ സെൻസറിന് അലറാവില്ല കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്ന ഒരു സെൻസറിന് അലറാണ്ട് അതേമാതിരി തന്നെ ഹാൽജം ബൾബും കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലെ കൃഷിയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഇവിടെ ചെയ്തേക്കണം കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നന്ദി. പിന്നെ നമ്മുടെ പറമ്പിൽ എന്തൊക്കെയാണ് വെച്ചേക്കണതെന്നും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാം. അപ്പോൾ താങ്ക് യു.